ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ വാണിജ്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ അശോകൻ ചെരുവിലിൻ്റെ ഒരു കഥയുണ്ട്. ഒരു പത്രവാർത്തയും പരേതാത്മാവിൻ്റെ നിവേദനവും എന്ന് പറയുന്നൊരു കഥ. വളരെ വ്യത്യസ്ത വാർത്ത ആഖ്യാനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നൊരു കഥയാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് ടിക്കറ്റ് പരിശോധകൻ തീവണ്ടിയിൽ നിന്നും ഇറക്കിവിട്ട കുഞ്ഞും യുവതിയും പാളത്തിൽ വീണ് തീവണ്ടി കയറി മരിച്ചു. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടിക്കറ്റ് പരിശോധകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന പത്രവാർത്തയിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. മരണപ്പെട്ട ജയമംഗലയുടെ പരേതാത്മാവ് ചിറ്റൂർ ജില്ലാ സെഷൻ ജഡ്ജി മുമ്പാകെ ബോധിപ്പിക്കുന്ന നിവേദനത്തിൻ്റെ രൂപത്തിലാണ് കഥ മുന്നോട്ടു പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ബലിക്കൊണ്ടയിൽ നിലക്കടലപ്പാടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദാസപ്പയുടെ ഭാര്യയാണ് അവർ. നിരക്ഷരരായിരുന്നു ദാസപ്പയും ജയമംഗലയും. പട്ടിണിയും അതിദാരിദ്ര്യവും കടബാധ്യതയും നിറഞ്ഞ അവരുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ദാസപ്പ പനി ബാധിച്ചു മരിച്ചു. ജയമംഗലയും മകൻ ചുണ്ടുവും തനിച്ചായി. നിലക്കടലപ്പാടങ്ങളുടെ കരാറുകാരനായ മല്ലയ്യ സംരക്ഷണത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് ജയമംഗലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു. ഹൈദരാബാദുകാരനായ യോർഗുന്തലയിലെ റാവുവിന് അയാളെ കാഴ്ചവെച്ചു. മാനസികമായിട്ടും ശാരീരികമായും തളർന്ന ജയമംഗല മകനോടൊപ്പം അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞു. പ്രതിഫലമായിട്ട് മല്ലയ്യ നൽകിയ 30 രൂപ കയ്യിലിരിക്കുമ്പോൾ തന്നെയാണ് അവൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തത്. ഒടുവിൽ ടിക്കറ്റ് പരിശോധകന്റെ മനുഷ്യത്വരഹിതമായ കർത്തവ്യ നിർവഹണം അവളുടെയും മകൻ്റെയും അപകടത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നു. ആ മരണം അവൾ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. ഇങ്ങനെയാണ് കഥയുടെ ഏറ്റവും ചുരുക്കത്തിലുള്ള പൊരുൾ. ഈ കഥ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദുരിതപൂർണമായ ജീവിത പരിസരങ്ങളെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥ. മരണപ്പെട്ട ജയമംഗലയുടെ നിവേദനം ഞെട്ടിപ്പിക്കുന്ന നിസ്സംഗതയുടെ ഭാഷയിലാണ് എഴുതപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ നരകതുല്യമായ ജീവിതം നയിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരുടെ പ്രതിനിധാനമാണ് ജയമംഗലയിലൂടെ സാധ്യമാക്കുന്നത്. ജാതീയപരമായും സാമ്പത്തികപരമായിട്ടുള്ള അസമത്വം മനുഷ്യരെ ഇരകളാക്കുന്ന ഈ പ്രക്രിയ ഇപ്പോഴും നിരന്തരം തുടരുന്നു എന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾ ഇതിനോടൊപ്പം ലൈംഗിക ചൂഷണവും ലിംഗപരമായുള്ള വിവേചനവും നേരിടുന്നുണ്ട് ഇപ്പോഴും എന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ നമ്മുടെ വ്യവസ്ഥ ഇരയാക്കിയ ഒരു സ്ത്രീയുടെ ആത്മഭാഷണത്തിലൂടെയാണ് ഈ കഥ സംസാരിക്കുന്നത്. നിലനിൽക്കുന്ന വ്യവസ്ഥയെ കറോരത്തെ മറികടക്കാൻ ശേഷിയില്ലാതെ നിരക്ഷരരായ അധസ്ഥിതരായ ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയാണ് ജയമംഗലയിൽ നമ്മൾ കാണുന്നത്. മല്ലയ്യയും റാവുവും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ ജയമംഗലയ്ക്ക് അതിൽ വിരോധമൊന്നും തോന്നുന്നില്ല. തൻ്റെ മകൻ്റെയും മരണത്തിനിടയാക്കിയ ടിക്കറ്റ് പരിശോധകന്റെ പ്രവൃത്തിയെ പോലും അയാൾ തെറ്റായി കാണുന്നില്ല. അദ്ദേഹം ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഒരു പകലും രാവും തലച്ചോറ് വേവിച്ച് ഞാൻ ആലോചിച്ച് നടന്ന ഒരു പ്രശ്നത്തെ അദ്ദേഹം എത്ര ലളിതമായി പരിഹരിച്ചു തന്നു എന്ന് ജയമംഗല പറയുന്ന വാക്കുകളിൽ ആത്മഹത്യയുടെ മരണത്തിൻ്റെ ഗന്ധമുണ്ട്. ജീവിത ദൈന്യതകളും ദുരന്തങ്ങളും ശീലമാക്കി തീർക്കുന്ന അവളെ പോലുള്ള ജനകോടികൾക്ക് മരണം തന്നെയാണ് ആശ്വാസമെന്ന് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ പരേതാത്മാവ് പാളം തെറ്റുന്ന പറച്ചിലുകൾ എന്ന നിലയിൽ കഥയിലുടനീളം സ്ഥിതിവിവര കണക്കുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആന്ധ്രയിലെ കൃഷിഭൂമിയുടെ വിസ്തൃതിയെക്കുറിച്ച് പരേതാത്മാവ് മരിച്ചുപോയ സ്ത്രീ പറയുന്നുണ്ട്. കാർഷിക ഉൽപ്പാദനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്തെ GDP നിരക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കഥയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കഥ പ്രത്യേക തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൈവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾക്കപ്പുറത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ജയമംഗലയും ചുണ്ടുവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്ദ്യാലിൽ നിന്നുള്ള ഒരു റാവു ആണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്ന് വാക്യത്തിൽ നിന്ന്
ഈ കഥ എഴുതുന്ന കാലഘട്ടത്തിൽ നരസിംഹറാവുവിലേക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നീളുന്ന സൂചനകളെയും സംഭവങ്ങളെയും പിന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഥ നടക്കുന്നത് മെയ് 1 ലോക തൊഴിലാളി ദിനത്തിലാണ് എന്നുള്ളതും ഈ കഥയെ കുറച്ചുകൂടി നമ്മളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ജയമംഗലയുടെ യഥാർത്ഥ ജീവിതത്തെ പത്രവാർത്ത മൂടിവെക്കുന്നു എന്നതാണ് കഥാകൃത്ത് ഉയർത്തുന്ന വിമർശനം. മറ്റൊന്ന്, മാധ്യമത്തെ സംബന്ധിച്ചത് ടിക്കറ്റ് പരിശോധകന് സംഭവിച്ച ഒരു ചെറിയ പിഴവ് മാത്രമാണ്. ജയമംഗല ആരാണെന്നോ അവർ എന്തുകൊണ്ട് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു എന്നോ അന്വേഷിക്കുന്നില്ല. തീർത്തും നിർവികാരപരമായിട്ടുള്ളൊരു വസ്തുതാ വിവരണം മാത്രമായി കഥ അത് ഒതുങ്ങുന്നുണ്ട്. എന്നാൽ അത്തരമൊരു വാർത്തയെപ്പോലും സന്ദർഭാധിഷ്ഠിതമായി വിശകലനം ചെയ്താൽ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പീഡനങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ന്യൂനപക്ഷ വേട്ടകൾ എന്നിവയെല്ലാം മാധ്യമങ്ങൾ പലപ്പോഴും ഉൾപേജുകളിലെ ഒറ്റ പേജിലെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു വാർത്തയാക്കി മാത്രം മാറ്റുന്നു എന്നും അവർക്ക് സെൻസേഷനോട് മാത്രമാണ് താല്പര്യമെന്നും വകുപ്പില്ലാത്ത വാർത്തകൾ സ്വാഭാവികമായി മറവിയിലേക്ക് തള്ളിപ്പെടുമെന്ന് പറയുന്ന നിരന്തരം ഇന്ത്യയുടെ സമകാലികപരമായിട്ടുള്ള ഒരു മുഖത്തിൻ്റെ ദർശനത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുകൂടിയാണ് കഥ. സ്ത്രീകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദരിദ്രപൂർണമായിട്ടുള്ള ജനത എങ്ങനെയാണ് അതിജീവനത്തിന് വേണ്ടി പോരാടുന്നതെന്നും അവരെങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കൃതരായി പോകുന്നത് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കഥ. ഓക്കെ, താങ്ക് യു.